ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമെന്ന് പാർട്ടി തന്നെ ഉയർത്തിക്കാട്ടിയ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് ഇത്ര വേഗം തള്ളിക്കളഞ്ഞോ എന്ന് മൂക്കത്ത് വിരൽ വെക്കുകയാണ് മലയാളികൾ. കഴിഞ്ഞ ദിവസം ഏറെ വിഷമത്തോടെ ചാണ്ടി ഉമ്മൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും ഏറെ വിഷമമുണ്ടാക്കുന്നതാണ്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ പോക്ക് ശരിയല്ലെന്നും ഇങ്ങനെയായാൽ എന്തായി തീരുമെന്ന് പേടി പാർട്ടി പ്രവർത്തകർക്കുണ്ടെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയില്ലെന്നു മാത്രമല്ല, കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് തന്നെ ഇറക്കിവിട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ലോക സർവമത സമ്മേളനത്തിനു ശേഷം ചൊവ്വാഴ്ച മടങ്ങിയെത്തിയപ്പോഴാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. ഞാൻ MLA ആയപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിലായി 40ലേറെ പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും തന്നെ ചുമതല ഏൽപ്പിച്ചില്ല. എല്ലാ MLA മാർക്കും എവിടെയെങ്കിലും ചുമതല നൽകിയിട്ടുണ്ട്. എനിക്ക് മാത്രം അയോഗ്യത കൽപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നിട്ടും പ്രവർത്തനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇങ്ങനെ തന്റെ വിഷമം എണ്ണി പറയുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. ഇതിനോട് പ്രതികരിച്ച് മറ്റ് നേതാക്കളും രംഗത്തെത്തി. ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന് എന്ത് പ്രയാസമാണ് നേരിട്ടതെന്ന കാര്യം അന്വേഷിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ചാണ്ടി ഉമ്മൻ പാലക്കാട്ട് പ്രചാരണത്തിനെത്തിയിരുന്നുവെന്നും അത് ഗുണം ചെയ്തുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാർട്ടി പുനഃസംഘടനയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് VD സതീശൻ പറഞ്ഞു. മനസ്സിന് വിഷമമുണ്ടാക്കിയ കാര്യമാകാം ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശം ആർക്കെന്നതിൽ തുടങ്ങിയ തർക്കമാണ് ഇപ്പോൾ മുറുകുന്നത്. ഷാഫി പറമ്പിൽ കൊണ്ടുപോയ ആൾക്കൂട്ടത്തെ ചൊല്ലിയാണ് ചാണ്ടി ഉമ്മൻ ആദ്യം പിണങ്ങിയത്. അത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പതിയെ ഷാഫി, രാഹുൽ ടീമിന്റെയും പിന്നെ VD സതീശന്റെയും എതിർപക്ഷത്തായി ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പോകാനായിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആഗ്രഹം. പക്ഷേ ചാണ്ടി വഴങ്ങിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയെ അകറ്റി നിർത്താനുള്ള ഒരു കാരണം ഇതുതന്നെയാണ്. സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടോടെ ചാണ്ടി രംഗത്തു വന്നതും VD സതീശനെതിരെ അച്യുതണ്ടിന് ശക്തി പകരാനാണ്. ശശി തരൂർ, രമേശ് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങി VD വിരുദ്ധ ഗ്രൂപ്പ് സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.